പ്രധാനപ്പെട്ട വിശേഷം ഇന്ന് രണ്ടാം ഘട്ട പോളിംഗ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് പത്രവിശേഷങ്ങൾ കൂടി അറിയാം. കാരണം ഇന്നലെ ഒത്തിരി വാർത്തകൾ വന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് പത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ വാർത്തകളാണെന്നൊന്ന് വേഗം നോക്കാം. ലിജോ വർഗീസ് ഉണ്ട്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. വളരെ വേഗത്തിൽ ഒന്ന് പത്രവാർത്തകൾ അറിഞ്ഞ് നമുക്ക് പോകാം. പ്രത്യേകിച്ച് ഇന്ന് ഒരു വോട്ടെടുപ്പ് ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ ആദ്യമായി നമുക്ക് കേരള കൗമുദിയിലെ ഒരു വാർത്ത കാണാം. അത് ഇന്നത്തെ പോളിംഗുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ പോളിംഗുമായി ബന്ധപ്പെട്ടാണ്. പോളിംഗ് കുറഞ്ഞു, പണി പാളുമോ എന്നുള്ളതാണ് കേരള കൗമുദിയുടെ വാർത്ത. രാഷ്ട്രീയ പാർട്ടികൾ അങ്കലാപ്പിൽ. 2020-നേക്കാൾ 3% കുറവാണ് ഉണ്ടായത്. വനിതകൾ വിമുഖത കാണിച്ചു. ഇന്ന് പരമാവധി പോൾ ചെയ്യിക്കാനുള്ള നെട്ടോട്ടം നടക്കുന്നു എന്നുള്ളതാണ്. ഉണ്ടായിട്ട് പോലും സ്ത്രീകൾ വോട്ട് ചെയ്യാൻ കുറഞ്ഞു എന്നുള്ളതാണ്. പഠിക്കാനും ജോലിക്കുമായി സംസ്ഥാനത്ത് പുറത്തുപോയ യുവാക്കളുടെ പങ്കാളിത്തം വളരെ കുറഞ്ഞു. SIR വിവാദത്തോടെ തദ്ദേശ പട്ടികയിൽ പേര് പരിശോധിക്കാനും താല്പര്യം കുറഞ്ഞു. പേര് ചേർക്കൽ നടപടികളിലെ വീഴ്ച, സാമ്പത്തിക ചെലവുകൾ കൊണ്ട് തന്നെ പ്രചാരണത്തിൽ വലിയ കുറവുണ്ടായി എന്നുള്ളതാണ് ഇന്ന് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത. മാധ്യമം പത്രത്തിലെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി അവർ കൊടുത്തിരിക്കുന്നത് SIR നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെയാണ് എന്ന് അമിത്ഷാ പറഞ്ഞു എന്നുള്ളതാണ്. ഇന്നലെ SIRമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വോട്ട് വെട്ടി നാട് കടത്തും എന്നുള്ളതാണ് അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ സഖ്യകക്ഷികൾ ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നും മാധ്യമത്തിൽ ആ വാർത്ത ഉണ്ട്. അത് ജനയുഗം പത്രം കുറെ കൂടി രൂക്ഷമായാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയെ ഹൈന്ദവ രാഷ്ട്രമാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഹെഡ്ലൈനായി കൊടുത്തിരിക്കുന്നത്. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കും എന്നുള്ളതാണ്. ഇന്ത്യയെ ഹൈന്ദവ രാഷ്ട്രമാക്കുമെന്നും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം നടപ്പാക്കുമെന്നും സൂചന നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ പ്രസംഗിച്ചു എന്നുള്ളതാണ് ജനയുഗം പത്രത്തിലെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ഈ SIRമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന ചർച്ചയ്ക്കിടയിലാണ് വീക്ഷണം പത്രം ഒരു വാർത്ത നൽകിയിരിക്കുന്നത്. കൈത്തോ കേന്തി വന്യഭാവത്തിൽ ഗാന്ധിജി എന്നുള്ളതാണ്. മെറ്റ AIക്കെതിരെ പ്രതിഷേധം പുകയുന്നു എന്നുള്ളതാണ്. അഹിംസയുടെ പ്രവാചകനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കൈത്തോ കേന്തി നിലയിൽ കണ്ട് രാജ്യം ഞെട്ടുന്നു. മെറ്റ AIയുടെ മൊബൈൽ ആപ്പിൻ്റെ പരസ്യത്തിലാണ് രണ്ട് കൈകളിലും തോക്കുമായി അക്രമകാരിയായി ഓടിയെത്തുന്ന ഗാന്ധിജിയെ സൃഷ്ടിച്ചതെന്നുള്ളതാണ് വീക്ഷണം പത്രത്തിൽ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന ഒരു വാർത്ത. മാധ്യമ പത്രത്തിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് ഗവർണർ സർക്കാർ പോരുമായി ബന്ധപ്പെട്ടാണ്. ഡിജിറ്റൽ KTU VC നിയമനം സർക്കാർ ഗവർണർ സമവായ നീക്കവും പൊളിഞ്ഞു എന്നുള്ളതാണ്. ഇനി കോടതി പറയും എന്നുള്ളതാണ് ഹെഡ്ലൈൻ. ഡോക്ടർ സിസ തോമസിനെ നിയമിക്കണമെന്ന വാശിയിൽ ഗവർണർ, പറ്റില്ലെന്ന് സർക്കാർ. ഗവർണറെ കണ്ടത് മന്ത്രിമാരായ ബിന്ദുവും രാജീവും. സമവായമില്ലെങ്കിൽ VC നിയമനം നടത്തുമെന്ന് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ള കൂടി ആ വാർത്ത മാധ്യമ പത്രത്തിൽ ഇന്ന് ഒന്നാം പേജിൽ തന്നെ ഉണ്ട്. മാതൃഭൂമി പത്രത്തിലേക്ക് പോയാൽ അത് ഇൻഡിഗോ വിമാനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുമായി ഡൽഹി ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. എന്തിനിത്ര വൈകി? ഇൻഡിഗോ വിഷയത്തിൽ കേന്ദ്രത്തിന് കോടതിയുടെ രൂക്ഷ വിമർശനം. സർക്കാർ ഇടപെട്ടത് സ്ഥിതി അതിരൂക്ഷമായപ്പോൾ മാത്രമെന്നും കോടതി വിമർശിച്ചു. ഇൻഡിഗോയെ നിരീക്ഷിക്കാൻ 8-അംഗ സമിതി ഉണ്ടെന്നുള്ള വാർത്ത കൂടി അതിൽ ഉണ്ട്. മാതൃഭൂമി പത്രത്തിലാണ് ആ വാർത്തയുള്ളത്. സുപ്രഭാതം പത്രം അത് കുറെ കൂടി രൂക്ഷമായാണ് ആ വാർത്തയെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാഹചര്യം വഷളാകാൻ അനുവദിച്ചു. ഇൻഡിഗോ പ്രതിസന്ധിയിൽ കേന്ദ്രത്തെ വിമർശിച്ച ഡൽഹി ഹൈക്കോടതി യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് സുപ്രഭാതം പത്രത്തിൽ ആ വാർത്തയിൽ ഇന്ന് പറയുന്നത്. വിവാദം പിന്മാറ്റം എന്ന് ദേശാഭിമാനി ഉൾപേജിൽ 7-ാം പേജിൽ ഒന്നൊരു വാർത്തയുണ്ട്. അത് ശശി തരൂരിൻ്റെ അവാർഡ് വാങ്ങലുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. തരൂരിന് സവർക്കർ പുരസ്കാരം. ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചെങ്കിലും പുരസ്കാരം തിരസ്കരിച്ചില്ല. തരൂരിനെ നേരിൽ കണ്ട് പുരസ്കാര വിവരം അറിയിച്ചിരുന്നുവെന്നും RSS സംഘടന തരൂരിനോട് പറഞ്ഞു, ക്ഷണിച്ചു എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ഇന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാതൃഭൂമി പത്രത്തിലൊരു വാർത്ത കൂടിയുള്ളത് കേരളയിലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ വാർത്തയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. കേരളയിലിന് പകരം റാപ്പിഡ് റെയിൽ പരിഗണനയിൽ എന്നുള്ളതാണ് വാർത്ത. കേരളയിൽ പദ്ധതിക്ക് പകരം സർക്കാർ തേടുന്ന മറ്റു വഴികളിൽ മെട്രോ മാതൃകയിൽ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റവും ഉണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര നഗരവികസന മന്ത്രാലയമാണ് പദ്ധതിക്ക് അനുമതി നൽകുന്നത് എന്ന് തുടങ്ങിയ വാർത്ത ഇന്ന് അതിൽ കാണാം. മറ്റൊന്ന്, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മറ്റൊരു വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. മായുന്നു സൈബർ തെളിവ് എന്നുള്ളതാണ്. വേണം ഡിജിറ്റൽ ഫോറൻസിക് പരിശോധന. നടി ആക്രമണ കേസിൽ ഡിജിറ്റൽ തെളിവുകൾ നശിച്ചുപോയി എന്നുള്ളതാണ്. സംസ്ഥാനത്ത് സൈബർ കുറ്റാന്വേഷണം സംബന്ധിച്ച് കൃത്യവും ശാസ്ത്രീയമായ നടപടിക്രമങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ ഇല്ലാത്തത് കേസന്വേഷണത്തിൽ തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വാർത്ത.
എഡിറ്റോറിയലിലേക്ക് വന്നാൽ മാതൃഭൂമിയിൽ തന്നെയുള്ള എഡിറ്റോറിയൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു വാർത്തയിൽ തന്നെയാണ് സമവായമില്ലാതെ ഗവർണർ സർക്കാർ പോരും എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലാത്ത പേരുകളാണ് VC നിയമനത്തിന് ഗവർണർ ശുപാർശ ചെയ്തതെന്നും അതിനാൽ കോടതി തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇന്ന് എഡിറ്റോറിയലായി ഇന്ന് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റൊരു വാർത്തയിൽ ഇന്ന് മനോരമ പത്രത്തിലും ഒരു എഡിറ്റോറിയലുണ്ട്. അത് കേരളയുമായി ബന്ധപ്പെട്ട വാർത്തയിലാണ്. അതിങ്ങനെയാണ്: മഞ്ഞക്കുറ്റികൾ കൂടി പറിച്ചെറിയുക എന്നുള്ളതാണ് ഇന്ന് മനോരമയുടെ എഡിറ്റോറിയൽ. കേരളയിൽ ജനത്തെ ഇത്രയേറെ കഷ്ടപ്പെടുത്തിയതിന് മറുപടി വേണം എന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് കേരളയിനെ സംബന്ധിച്ചുള്ള ഒരു എഡിറ്റോറിയൽ ഇന്ന് മനോരമ പത്രവും റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ നിരവധി വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഇന്നത്തെ വടക്കൻ കേരളത്തിലെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. അതിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു പോവുകയാണ് സേതുവിലേക്ക്.